BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി 18ാമത് രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്ര ഡോക്യുമെന്ററി മേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. കൈരളി, ശ്രീനീല തിയേറ്ററുകളിലാണ് മേള നടക്കുക. ഈ മേളയിൽ പുരസ്കാരം നേടുന്നവരെ ഓസ്കാർ അവാർഡിന് നേരിട്ട് പരിഗണിക്കുമെന്നതുകൊണ്ട് നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രകാരന്മാർ മേളയിൽ പങ്കെടുക്കുന്നതായിരിക്കും. വിദേശത്തു നിന്നുള്ളവരുൾപ്പെടെ 1741 എൻട്രികൾ മേളയിലേക്ക് ലഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഈ ചിത്രങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഓഗസ്റ്റ് 1 അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയ്ക്കുള്ള എൻട്രികൾ ക്ഷണിക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കും. തിരുവനന്തപുരത്ത് തന്നെയാകും അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടത്തുക. അത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതായി പ്രചാരണമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വ്യക്തത വരുത്തണമെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള പ്രധാന അക്കാദമികളെല്ലാം ഈ മാസം തന്നെ പുതിയ ഭരണാധികാരികൾ വരും. പല സ്ഥാപനങ്ങളിലും പരിധിയിൽ കൂടുതൽ പേർ വിവിധ സ്ഥാനങ്ങളിലുണ്ട്. അതെല്ലാം പരിശോധിച്ച് ആവശ്യമായവരെ മാത്രം നിലനിർത്തുന്നതായിരിക്കും. യോഗ്യതയില്ലാത്ത നിരവധി പേരെ നിയമിച്ചിട്ടുണ്ട്. കൂടുതലും രാഷ്ട്രീയ നിയമങ്ങളായിരുന്നു. ചില ആളുകൾക്ക് വേണ്ടി സ്ഥാനങ്ങൾ സൃഷ്ടിച്ച അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. KSFDC പ്രതിസന്ധിയിലാണെന്നും തിയേറ്ററുകൾ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും കിഫ്ബി പദ്ധതികളെല്ലാം പ്രതിസന്ധിയിലാണ്. ചിത്രാഞ്ജലി നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതി വഴിയിലാണ്. അത് പൂർത്തിയാക്കണം. സാമ്പത്തിക പ്രശ്നമാണ് കാരണം. ധനവകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യും. സർക്കാർ ഫണ്ട് ലഭിച്ച് സിനിമ നിർമ്മിക്കാൻ മുന്നോട്ട് വന്നവർ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. ചിലർക്ക് പകുതി സഹായം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ചിലർക്ക് അനുവദിക്കപ്പെട്ട തുക വിനിയോഗിക്കുന്നതിൽ ചില തടസ്സങ്ങൾ നേരിട്ടതായും അറിയിച്ചു. അവരുടെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ചർച്ച നടത്തുമെന്നും അഡ്വഞ്ചർ ടൂറിസം നിയന്ത്രിക്കാൻ നിയമനം കൊണ്ടുവരുന്നത് സർക്കാർ പരിഗണിക്കും. നിലവിൽ അങ്ങനെയൊരു നിയമനമില്ല. തദ്ദേശ സ്ഥാപനങ്ങളോട് നിരീക്ഷിക്കാനുള്ള നിർദ്ദേശം നൽകാൻ മാത്രമേ സർക്കാരിന് എപ്പോഴാകൂ. സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അഡ്വഞ്ചർ ടൂറിസം എന്ന നിലയിൽ ചില പ്രവൃത്തികൾ ആരംഭിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അത്തരം ടൂറിസം മേഖലയെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും നിയമം കൊണ്ടുവരും. കാരവാൻ ടൂറിസം മുൻ സർക്കാർ കൊണ്ടുവന്നെങ്കിലും ആഗ്രഹിച്ച രീതിയിൽ അത് മുന്നോട്ട് പോയില്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. അതെല്ലാം പരിശോധിക്കുമെന്നും മന്ത്രി PC വിഷ്ണുനാഥ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം തന്നെ അക്കാഡമിയിലെ പ്രധാന അക്കാഡമിയിലെ എല്ലാം തലപ്പത്തേക്ക് അതിൻ്റെ ചുമതലയിലെ ആളുകൾ വരുന്നതിനുള്ള അവസാന ഘട്ട നടപടിയിലേക്ക് പോവുകയാണ്. IFFK പക്ഷേ അതിൻ്റെ പേരിൽ അക്കാഡമിയുടെ നിയമനങ്ങളുടെ പേരിൽ IFFKയുടെ പ്രവർത്തനങ്ങളെ ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓഗസ്റ്റ് 1 IFFKയുമായി ബന്ധപ്പെട്ട എൻട്രികൾ ക്ഷണിക്കുന്നതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 1 സിനിമകൾ ക്ഷണിക്കുന്നതിനുള്ള വിജ്ഞാപനം ഓഗസ്റ്റ് 1 നമ്മൾ പുറത്തിറക്കും. ഡിസംബർ എല്ലാവർക്കും അറിയുന്നത് പോലെയുള്ള ഡിസംബർ മാസം ആദ്യം തന്നെ തിരുവനന്തപുരത്ത് തന്നെ ആ കൺഫ്യൂഷനും കൂടെ ഞാൻ ഒരിക്കൽ കൂടി അവസാനിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് തന്നെ കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കും. അതെല്ലാം പരിശോധിക്കുകയാണ്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് നിയമനങ്ങളുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും പരിശോധിച്ച് ആവശ്യമുള്ളത് നിലനിർത്തും. ആവശ്യമില്ലാത്തത് സ്ഥാപനങ്ങൾക്ക് ബാധ്യതയായി നിൽക്കുന്നതൊക്കെ ഒഴിവാക്കും. ആളുകൾക്ക് വേണ്ടിയിട്ട് സ്ഥാപനം പ്രവർത്തിക്കേണ്ട, സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ പ്രവർത്തിക്കട്ടെ. ഇതാണ് ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ഈ ആളുണ്ടായതുകൊണ്ട് ഈ സ്ഥാനം ഉണ്ടാകണം. ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ഓരോ സ്ഥാനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവർ അത് കൊണ്ടുപോവുകയാണ്. അത് പറ്റില്ല. സ്ഥാപനത്തിൻ്റെ മെച്ചപ്പെട്ട നടത്തിപ്പിന് ഒരാളെ വേണം, അല്ലെങ്കിൽ ഒരാളുടെ അനിവാര്യതയുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ ആവശ്യമുണ്ട്. നമുക്ക് മനസ്സിലാക്കാം. 100-125 ആളുകളെയൊക്കെ പല സ്ഥാനത്തും വെച്ചിരിക്കുകയാണ്, പല സ്ഥാപനങ്ങളിലും. ഇവരെന്താ ചെയ്യണമെന്നുള്ളതൊക്കെ പരിശോധിക്കണ്ടേ? പരിശോധിച്ചിട്ട് അതിൽ ആവശ്യമുള്ള ആളുകളെ നിലനിർത്തും. ഈ മേളയിൽ പുരസ്കാരം നേടുന്ന ഡോക്യുമെൻ്ററി ചിത്രങ്ങൾക്ക് അക്കാദമി അവാർഡുകളുടെ ഓസ്കർ മത്സരത്തിലേക്ക് നേരിട്ട് പരിഗണിക്കുന്നു എന്നുള്ള സവിശേഷത ഉള്ളതുകൊണ്ട് ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വേദി കൂടിയാണ് കേരളത്തിൻ്റെ രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്രമേള. ഈ വർഷത്തെ മേളയിലേക്ക് ഇതിനകം
1741 എൻട്രികളാണ് ലഭിച്ചിട്ടുള്ളത്. 1741 എൻട്രികൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യയുടെയും വിദേശ രാജ്യങ്ങളുടെയും നിന്നുള്ള എൻട്രികളുണ്ട്. മത്സര വിഭാഗം, മത്സരേതര വിഭാഗം, മലയാളം മത്സരേതര വിഭാഗം എന്നിവയിലേക്കുള്ള ഏറ്റവും മികച്ച ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ അതിൻ്റെ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. 18ാമത് രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്രമേള IDSFFK ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്ര മേഖലകളിലെ മികച്ച സൃഷ്ടികളെ ആഗോള പ്രേക്ഷകരുമായി ബന്ധിപ്പിക്കുന്ന കേരളത്തിൻ്റെ ഒരു അഭിമാന ചലച്ചിത്ര വേദിയാണ് ഈ രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്രമേള. തിരുവനന്തപുരത്ത് കൈരളി, ശ്രീ, നിള തിയേറ്ററുകളിലായിട്ട് മേള സംഘടിപ്പിക്കാനാണ് അതിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നമ്മുടെ മേള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്രങ്ങൾക്കായിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരേ ഒരു രാജ്യാന്തര ചലച്ചിത്രമേള എന്ന സവിശേഷത നമ്മുടെ IDSFFK ഉണ്ട്, നമുക്ക് നിലവിലുണ്ട്. KSFDCയുടെ പ്രവർത്തനങ്ങളൊക്കെ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ തിയേറ്ററുകളുടെ കാര്യം തന്നെ എടുക്കാം. പുതിയ തിയേറ്ററുകൾ ഒരു കിഫ്ബി പ്രോജക്റ്റാണ്. അതിനൊരു റീപേയ്മെൻറ്റ് എഗ്രിമെൻ്റ് ഇല്ല. റീപേയ്മെൻറ്റ് എഗ്രിമെൻ്റ് ഇല്ലാത്ത കാരണം തുടങ്ങിയ തിയേറ്ററുകളെല്ലാം പാതി വഴിയിലാണ്. പല സ്ഥലത്തും, കായംകുളത്തുണ്ട്, വൈക്കത്തുണ്ട്, അങ്ങനെ കേരളത്തിലെ പല സ്ഥലത്തും കിഫ്ബി പ്രോജക്റ്റായിട്ടാണ് ഇത് വന്നത്. പക്ഷേ റീപേയ്മെൻറ്റ് എഗ്രിമെൻ്റ് ഇല്ലാതെ ആയത് കാരണം പണം റിലീസ് ചെയ്യാൻ കഴിയുന്നില്ല. അടുത്ത ഘട്ടത്തിലേക്ക് ഇതെല്ലാം തുടങ്ങി പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. പൂർത്തിയാക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഈ മുടക്കിയ പകുതി പൈസ പൊതുപ്പണമല്ലേ, അത് നഷ്ടമാകില്ലേ? അപ്പോൾ അതിനി മീറ്റിംഗ് എടുത്ത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി കൂടിയാണ്, അദ്ദേഹത്തിൻ്റെയും കൂടെ സാന്നിധ്യത്തിൽ യോഗം വിളിച്ചു ചേർത്തിട്ട് വേണം ഇത് എങ്ങനെയാണ് ഫർദർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കേണ്ടി വരുന്നത്. അവിടെ തന്നെ ചിത്രാഞ്ജലിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതി വഴിയിലാണ്. അത് പൂർത്തിയാക്കണം, അത് പരിശോധിക്കണം. ഇപ്പോൾ കയറി അതിനൊരു അഭിപ്രായം പറയുന്നില്ല. മെറിറ്റായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇനി അവരുടെ ഒന്നും പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഈ സർക്കാർ ഒരു മെറിറ്റുള്ള ഒരാളെ ഒരു സ്ഥാനത്ത് നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നതാണ്. അങ്ങനെയുള്ള ഒരു വൈരനിര്യാതന ബുദ്ധിയൊന്നുമില്ല, മുമ്പുണ്ടായിരുന്നു. പക്ഷേ ഒരു മെറിറ്റും ഇല്ലാതെ ഈ സ്ഥാപനങ്ങളിലെല്ലാം ഇങ്ങനെ വ്യാപകമായ ആളുകളെ നിയമിച്ചിരിക്കുന്ന ഒരു സമീപനമുണ്ട്, ഒരു രീതിയുണ്ട്. അതിലൊരു മാറ്റം വരണം. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.